ഹലോ, സോട്ട് ആൻഡ് സെർവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കല്ലുമ്മക്കായ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ലോക്ക്ഡൗണിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇപ്പോൾ മുഴപ്പിലങ്ങാടാണ് കേട്ടോ. ബീച്ചിലേക്ക് വന്നതല്ല, നമുക്കൊരു ദിവസം വരണം ബീച്ചിലേക്ക്. അവിടെ ഒരു കടയുണ്ട്, പൊറോട്ടയും മീൻകറിയും കിട്ടുന്ന കട എന്ന് മൃണാളേട്ടൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്കൊരു ദിവസം പൊറോട്ടയും മീൻകറിയും കഴിക്കണം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു കുറച്ച് കല്ലുമ്മക്കായ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഏട്ടന് ഹായ് പറയാട്ടാ. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല കല്ലുമ്മക്കായ കിട്ടും. നമുക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ ഒരു ടേസ്റ്റ് അതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് പുറത്തിറങ്ങി നോക്കാം. അപ്പോൾ ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോണ വഴിക്ക് ധർമ്മടം പാലം കഴിഞ്ഞ പാടും വലത് വശത്തായിട്ടാണ് കേട്ടോ ഈ കടയുള്ളത്. ഇവിടെ 2-3 കടയുണ്ട്. കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഇവിടെ എളമ്പക്ക എന്ന് പറഞ്ഞിട്ടുള്ള കക്കയില്ലേ, കക്ക എന്ന് ചില സ്ഥലത്ത് പറയും, അതും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായ മാത്രം വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. 2 വലുപ്പത്തിലുള്ള കല്ലുമ്മക്കായ ഉണ്ട്, നല്ല വലുതും ഉണ്ട്, കുറച്ച് ചെറുതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഓരോരോ കിലോ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വലുത് അരിക്കടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പലഹാരമുണ്ട്, അത് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അതിൻ്റെ റെസിപ്പീസും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വലുതിന് 1 കിലോന് 300 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ്, നല്ല വലുപ്പവും ഉണ്ടായിരുന്നു, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു നീല കളറിലുള്ള കല്ലുമ്മക്കായാണ്. ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചപ്പോൾ ഈ ഒരു കളറേ ആയിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള കളറിലുള്ള ഇറച്ചിയാണല്ലോ. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ച സമയത്ത് നമുക്കൊരു യെല്ലോ കളറിലുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേഗം തീരുവോ ഇവിടെ? വേഗം തീരുവോ? എന്താണ്? ഒരു ഹായ് പറഞ്ഞ നമ്മളെ സമുദ്രത്തിന്റെ അടിയുള്ളതാണ്, ഉൾക്കടലിൽ നിന്ന് വരുന്നതാണ്. ചെറിയ മക്കൾക്കെല്ലാം ധൈര്യത്തിൽ കൊടുക്കാം. നിങ്ങൾ തന്നെയാ പോയി എടുക്കാം? ഇവിടെ കൂടുതൽ അതെ. ചേട്ടന്റെ പേരെന്താ? ഷാഫി. ചേട്ടന്റെയോ? അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അരിക്കടുക്കേൻ്റെ റെസിപ്പിയും കല്ലുമ്മക്കായ ഫ്രൈയും ഒക്കെ റെസിപ്പീസ് ഞാൻ കാണിക്കാം കേട്ടോ. ഞങ്ങൾ പോയി വന്ന് ഫുഡ് കഴിച്ച് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് കല്ലുമ്മക്കായ കൊണ്ടുവരുന്ന ചേട്ടൻ കല്ലുമ്മക്കായായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ. അപ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റിയില്ല, കാരണം ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇവിടെ എല്ലാവർക്കും കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. റേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ വലുതിന് 260ഉം ചെറിയതിന് 220ഉം ആണ് കേട്ടോ. പക്ഷേ വലുപ്പത്തിനും അതിനനുസരിച്ച് തന്നെയുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ തലശ്ശേരി പോയി വാങ്ങിച്ചത് 300 ആയിരുന്നല്ലോ 1 കിലോന് വലുതിന്. അപ്പോൾ ഈ ചേട്ടൻ കൊണ്ടുവന്നത് അത്ര വലുപ്പമില്ല, അതിനേക്കാളും കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കാരണം ഒറ്റയ്ക്ക് ഒക്കെ ഞാനും അമ്മയും കൂടെയൊക്കെ ആകുമ്പോഴേക്കും ഇതെന്തായാലും തീരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് അതിൻ്റെ റെസിപ്പിക്ക് കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പൊ നമ്മള് കല്ലുമ്മക്കായൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നന്നാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിരിക്കുകയാണ്, ഒന്നിച്ച് നന്നാക്കാന്ന് വിചാരിച്ചിട്ട്. ഇതാണ് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിപ്പോ വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇത് വീട്ടിൽ നിന്ന് ആ ചേട്ടൻ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് നന്നാക്കാൻ തുടങ്ങാം. ഞങ്ങള് അരിക്കടുക്കി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. രണ്ട് രീതിയിലാണ് നന്നാക്കേണ്ടത് കേട്ടോ. അപ്പൊ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലുത് നോക്കിയിട്ടാണ് ഞങ്ങൾ അരിക്കടുക്ക ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു രീതിയിൽ നന്നാക്കുകയും ചെയ്യാം. മറ്റത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളത് വേറെ രീതിയിലാണ് കേട്ടോ നന്നാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ തലശ്ശേരി പോയി വാങ്ങിച്ച കല്ലുമ്മക്കായ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നന്നാക്കി കഴിയുന്ന അമ്മ അങ്ങനെ പറഞ്ഞ് വേഗം നന്നാക്കി കഴിയാൻ പറ്റില്ല. നല്ല വൃത്തിയാണെങ്കിൽ നമുക്ക് അത്രയും കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, നല്ല കളറ്. അപ്പോൾ മറ്റത് ഇപ്പോൾ വീട്ടിൽ കൊണ്ട് തന്നത് അത്ര വലിപ്പമില്ല, കുറച്ച് അതിനേക്കാളും ചെറുതാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ അരിക്കടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലുമ്മക്കായ എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ തോടൊന്നിങ്ങനെ പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളൊക്കെ കുറച്ചൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തോട് പൊടിക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു കല്ലുമ്മക്കായ എടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ അടർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫുള്ളായിട്ടത് പൊളിച്ചെടുക്കരുത്, രണ്ടാക്കി എടുക്കരുത്, ഒന്ന് അടർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ചകിരി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും കാണുമ്പോൾ. ശരിക്കും ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഉള്ളിലൊക്കെ നല്ല ഒരുപാട് ഇറച്ചി ഉള്ള ഒരു കല്ലുമ്മക്കായ ഉണ്ട്. അത് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ്, അതുപോലെ തന്നെ വെള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു മഷി പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഒരുപാട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകരുത്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറേ നേരം വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മളൊന്ന് ക്ലീൻ ആകുന്നത് വരെ ഒന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. ഒന്ന് ഇതോടെ ഇങ്ങനെ എടുത്തിട്ട് കമത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വലിയൊരു പണിയായിട്ട് തോന്നും. ഭയങ്കരമായിട്ട് നമുക്ക് ബോറടിക്കും, ചെയ്തിട്ട് മതിയാവും അവസാനം. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് അതൊരു പണിയേ അല്ലാണ്ടായി പോകും. ശരിക്കും നമുക്ക് എന്താ പറയുക, നല്ലൊരു സന്തോഷം തരും. അത് നമുക്കൊരു പണിയെടുത്തൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അത് രസമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അരിക്കടുക്കയ്ക്കുള്ള കല്ലുമ്മക്കായൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിക്കടുക്ക ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇവിടെ തട്ടുകടയിലൊക്കെ പോയി നല്ല സൂപ്പർ അരിക്കടുക്ക കിട്ടും കേട്ടോ. തലശ്ശേരി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. വേണ്ട ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തെ ഭാഗമൊക്കെ ഇത് നമുക്ക് തിളപ്പിച്ചിട്ട് അച്ചാറിടേ അതല്ലെങ്കിൽ കറി വെക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അച്ചാറിട്ട നല്ല ടേസ്റ്റ് ആണ്. അരിക്കടുക്കയുടെ അച്ചാർ അല്ല, അരിക്കടുക്കയുടെ അല്ല, സോറി, കല്ലുമ്മക്കായൻ്റെ അച്ചാർ, കടുക്ക അച്ചാർ. നമ്മൾ ബാക്കിയുള്ള ചെറിയ കല്ലുമ്മക്കായൊക്കെ ഇതുപോലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം മതി, ബാക്കി അതൊന്ന് വെള്ളം വന്നോളൂ കേട്ടോ, തിളയ്ക്കുന്ന സമയത്ത് വന്നോളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് എല്ലാ കല്ലുമ്മക്കായും തോടൊന്നും ഇങ്ങനെ തുറന്നു വരും. ആ എല്ലാ തോടും ഇങ്ങനെ തുറന്നു വരുന്ന സമയത്ത് നമുക്കത് അടുപ്പൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കല്ലുമ്മക്കായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തോടൊന്നും തുറന്നു വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ കല്ലുമ്മക്കായയും ഒന്നിങ്ങനെ തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ അരിക്കടുക്കേൻ്റെ പണി നോക്കാം കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് നമുക്കിത് ഈ തോടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതിൻ്റെ ഇറച്ചി. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അരിക്കടുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിനി വേണ്ടത് അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിന് ആവശ്യമായിട്ട് ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങയുടെയും ഉള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റമൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്നും ചതച്ചെടുക്കണം. ഈ 3ഉം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അരിപ്പൊടി എടുത്തിട്ട് മാവ് കുഴയ്ക്കാം. അപ്പോൾ ഇവിടെ മാവിന് വേണ്ടിയിട്ട് 5 കപ്പ് അരിപ്പൊടി കേട്ടോ എടുക്കുന്നത്. ഇവിടെ ഇത് പത്തിരിപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇതിൽ പച്ചരിയാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം കൊണ്ടാണ് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് അരി അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. കുറച്ചും കൂടെ പുഴുങ്ങലരി കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ട് നമുക്ക് അത് അരി കുതിർത്തിട്ട് അരച്ചിട്ട് നമുക്ക് ഇതിനുള്ള മാവ് കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 കപ്പാണ് ഇത്രയും കല്ലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ട് 5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഒരു കൊഴുക്കട്ടയ്ക്കൊക്കെ ഉള്ള ഒരു പരുവുണ്ടല്ലോ, അതുപോലെയാണ് നമ്മളിത് കുഴയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കത്തി കൊണ്ട് അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഈ മാവ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോന്നും എടുത്തിട്ട് നമ്മളുടെ വേണ്ട അളവിന് നമുക്ക് എത്ര മാവ് വേണമെന്ന് വെച്ചാൽ അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആവിക്ക് വെച്ചിട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്, കാണാനും നല്ല രസമാണ് കേട്ടോ. ഇത് ആദ്യം ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും, കുറച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കുറച്ചൊരു പ്രയാസമാണെന്നേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ അതുമല്ല, ഇത്ര ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, ഒരു രസമായിട്ട് മാറും അത്. അപ്പോൾ മാവൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിക്ക് വെക്കാം. അപ്പോൾ രാത്രിയാണ് നമ്മൾ ആവിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അടർത്തിയെടുക്കുന്ന ആ തോട് പിറ്റേ ദിവസം രാവിലെ അടർത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം പെട്ടെന്ന് വിട്ട് വരും അത്. ചൂടോടെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ കല്ലുമ്മക്കായൻ്റെ ആ ഇറച്ചിയും അതിൻ്റെ ആ തോടിൻ്റെ കൂടെ തന്നെ പോരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഇപ്പം തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണമെങ്കിൽ പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ മാവ് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി കല്ലുമ്മക്കായ, അതായത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചതാണ്, നേരത്തെ വേവിച്ചിട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്ക് ഈ തോടിന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മളുടെ കല്ലുമ്മക്കായ, അത് അടർത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ തോടിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ ചകിരി പോലെ ഒരു സംഭവം ഉണ്ടാവും അതിൻ്റെ മേലെയായിട്ട്, അത് കത്രി കൊണ്ട് വെട്ടിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട്, നമുക്ക് എളുപ്പം അതാണ്. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ മാറ്റി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അച്ഛനാണ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണ് മറ്റേ അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ട് തോടൊക്കെ അടർത്തി തന്നത് അച്ഛനായിരുന്നു കേട്ടോ. അത് കുറച്ചൊരു കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അച്ഛനായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ തോടിൻ്റെ അകത്തിരിക്കുന്ന ആൾ കേട്ടോ. കുറച്ചുകൂടെ അടുത്തേക്ക് ഞാൻ കാണിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സൈഡിലായിട്ട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ചിലതിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചകിരി പോലെയുള്ളൊരു സാധനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചകിരി പോലെയുള്ള ഒരു വേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. അല്ല കുറച്ചും കൂടെ എളുപ്പം, കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് കൈ വേദനിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പം കത്രിക കൊണ്ട് വെട്ടിക്കളയുന്നതാണ്. ഇനി നമ്മൾ അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ തോട് പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ രാത്രി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ തോടൊന്നിങ്ങനെ അടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യാം, കാരണം അതിൻ്റെ ആ ഒരു ഇറച്ചി ആ ഒരു മാവിൽ തന്നെ അമർന്നിരിക്കണം, അത് അവിടെ ഒട്ടി നിൽക്കണം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ബാക്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ അതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഇതിനും വേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ തോട് എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ ഭാഗത്തു നിന്നായിട്ട് ആ വേസ്റ്റ് എടുത്ത് മാറ്റണം. ഇതുപോലെ ഒന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി കളയാം. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ സാധാരണ നമ്മൾ മീനൊക്കെ വറക്കുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഒരുപാട് ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് അരിക്കടുക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുളക് പൊടിയുടെയും ഉപ്പിൻ്റെയും കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. നമുക്കിത് നമ്മളുടെ ആ അരിക്കടുക്ക ഇല്ലേ, അതൊന്ന് ഇതിലൊന്ന് പുരട്ടിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
അടുത്തതായിട്ട് അരിക്കടുക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ അരിക്കടുക്കയായിട്ട് ഈ മുളകിൻ്റെ ആ ഒരു പേസ്റ്റിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേറൊരു പാനിലായിട്ട് നമുക്ക് ഈ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം. അതിലും ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം അരിക്കടുക്കയുടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ. ഈ കല്ലുമ്മക്കായ ഫ്രൈയും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്കായിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായി ഫ്രൈ ആയി വരുന്നവരെ. കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരിക്കടുക്ക എന്തായി നോക്കാം. അരിക്കടുക്കയും ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും കല്ലുമ്മക്കായ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കല്ലുമ്മക്കായ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കണം. എന്നാലും ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.